നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയും വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തീരുമാനമെടുത്താൽ നാളെ ഈ നാടിനെ വഞ്ചിച്ചതിൽ പ്രതിപക്ഷം കൂടി പങ്കാളിയാവുന്ന സാഹചര്യം ഉണ്ടാവും. എന്നിട്ട് പ്രശ്നം അതല്ല BJP ജയിക്കും എന്നുള്ളതല്ല. പ്രശ്നം ഈ പറയുന്ന മേഖലയ്ക്കപ്പുറത്തുള്ള ദക്ഷിണേന്ത്യയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള ജനങ്ങളുടെ അവകാശങ്ങൾ പ്രാതിനിധ്യം കുറയുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതല്ലാതെ BJPക്ക് സീറ്റ് കിട്ടുമോ കോൺഗ്രസിന് സീറ്റ് കിട്ടുമോ നോക്കിയിട്ടല്ല ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാഷ്ട്രീയത്തിന്, ഒരു രാജ്യത്തിന്റെ ഭാഗതയെ തന്നെ നിർണ്ണയിക്കുന്ന ഈ തീരുമാനം എടുക്കേണ്ടത്. ഇന്ത്യയുടെ വ്യത്യസ്തകളും ഇന്ത്യയുടെ ഡൈനാമിക്സും തിരിച്ചറിയാത്ത, ദീർഘവീക്ഷണമില്ലാത്ത, ഈ രാജ്യം എങ്ങനെയാണ് നയിക്കേണ്ടതെന്ന് ഒരു ബോധവുമില്ലാത്ത ഒരു ഭരണ പാർട്ടിയുടെ വക്താവിന്റെ വാക്കുകളാണിത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. നോക്കൂ, ഇവിടെ കണ്ടമാനം ഡൈനാമിക്സ് ഇതിനകത്തുണ്ട്. ആ ഡൈനാമിക്സ് വർക്ക്ഔട്ട് ചെയ്യണം. ആ ഡൈനാമിക്സ് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ ഫോർമുല വേണം. അതല്ലാതെ കൊട്ടത്താപ്പിന് 50% കൂട്ടിക്കോ എന്നുള്ളതല്ല ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഡീലിമിറ്റേഷൻ വേണ്ട ഫോർമുല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഈ ചക്കെന്ന് പറയുമ്പം ചുക്കെന്ന് പറയുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ചോദിച്ചതിനൊന്നുമല്ല ഉത്തരം പറയുന്നത്. വാജ്പേയിയുടെ സർക്കാരിൻ്റെ പേര് പറഞ്ഞു, അതിനുശേഷം മൻമോഹൻ സിംഗിൻ്റെ 10 വർഷം പറഞ്ഞത് അയാളങ്ങ് മെഴുങ്ങിപ്പോയി. പറഞ്ഞിട്ടില്ല. അപ്പോൾ മെഴുങ്ങലല്ല ആവശ്യം, കൃത്യമായ കാര്യം പറയണം. എന്തുകൊണ്ട് നിങ്ങൾ നടപ്പാക്കിയില്ല, അതിന് ഉത്തരം പറയണം. അതിന് നിങ്ങൾ എന്തുകൊണ്ട് നടപ്പാക്കിയില്ല? ഞങ്ങൾ നടപ്പാക്കിയെന്നേ. ഞങ്ങൾ 2023 കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ സാർ മിണ്ടായിരിക്കാൻ പറയലോട്. കൗതുക ലേശം കൂടുതലാണ്. കള്ളം പറഞ്ഞാൽ തിരുത്താതിരിക്കാൻ പറ്റും. അയാളോട് മിണ്ടായിരിക്കാൻ പറയുന്നത്. ഇയാൾ ഏത് ചർച്ച വന്നാൽ ഈ കളവാ. ഇയാൾ ഏത് ചർച്ച വന്നാൽ ഈ അലമുണ്ടാക്കൽ, ഇയാൾ ഏത് ചർച്ച വന്നാൽ ഈ അലമുണ്ടാക്കാൻ പണി. ഒന്നുകുട്ടി ഇതൊരു അക്കാഡമിക്കായ ചർച്ചയല്ലേ? അനാവശ്യമായ വാഗ്വാദങ്ങളിലേക്കും പേഴ്സണൽ അറ്റാക്കിലേക്കും പോകണ്ട. നമ്മളിതിന്റെ വിഷയവും ഇതിന്റെ മെറിറ്റുമല്ലേ സംസാരിക്കുന്നത്. ഷിരാജ് പിനാർ ഒരു സെക്കൻഡ് അദ്ദേഹം പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഞാൻ താങ്കൾക്ക് അവസരം തരാം. ശരി 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 ഒരൊറ്റ സെക്കൻഡ് ഞാൻ രണ്ടുപേരും ഒന്ന് ക്ഷമിക്കൂ, കേൾക്കൂ. ശരി, നമുക്ക് രണ്ടുപേർക്കും നിങ്ങളുടേതായ അവസരത്തിൽ സംസാരിക്കാം. ഞാൻ കോൺഗ്രസിന്റെ വക്താവ് സംസാരിച്ചപ്പോ അത് മുഴുവൻ കേട്ടിരുന്ന ആളാണല്ലോ ഞാൻ ഒരക്ഷരം പോലും അതിന് മറുപടി പറഞ്ഞില്ലല്ലോ. അപ്പൊ എനിക്ക് തരുന്ന സമയത്തിന് ഇടയിൽ കയറി സംസാരിക്കുന്നത് ഒരു നാണം കെട്ട സ്വഭാവമാണ്. അത് കാണിക്കണം. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്ലോട്ടിൽ ഇദ്ദേഹം പറഞ്ഞു സവർണ ഹിന്ദുത്വത്തിന്റെ നേതാവാണ് നരേന്ദ്രമോദി. ഞാനത് വിട്ടുകളഞ്ഞു. അതിനൊന്നും മറുപടി പറയാൻ അർഹിക്കാത്ത കൊണ്ട് ഞാൻ വിട്ടു. അദ്ദേഹം പക്ഷേ ഇത് വീണ്ടും വീണ്ടും അദ്ദേഹം ഉച്ചരിക്കുകയാണ്. അതല്ല ഉദ്ദേശം. മിസ്റ്റർ കോൺഗ്രസ് വക്താവേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദളിത് MLA, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ SC/ST വിഭാഗത്തിൽപ്പെട്ടവരുടെ MP-മാര്, MLA-മാര് എന്നു മാത്രമല്ല ഇന്ത്യയുടെ രാഷ്ട്രപതി, 2 രാഷ്ട്രപതി. നിങ്ങൾ മനസ്സിലാക്കിക്കോ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് കൊണ്ടുവന്നത് BJP ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MP BJP ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MLA ദളിത് വിഭാഗത്തിൽ BLA ആണ്. പിന്നെ വെറുതെ ഇരുന്ന സവർണ ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞ് ഈ വായാടിത്തം നിർത്ത്. അക്കാഡമിക്കായിട്ട് സംസാരിക്കുക. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് 2008 ഡീലിമിറ്റേഷൻ ഉണ്ടായല്ലോ കേരളത്തില്. അന്ന് 2008 ഡീലിമിറ്റേഷനിൽ 4 സീറ്റ് മലപ്പുറത്ത് കൂടിയില്ലേ? ഞാൻ ചോദിക്കുന്നത് 4 സീറ്റ് മലപ്പുറത്ത് കൂടി എന്നു മാത്രമല്ല ഈ മലബാർ ഏരിയയിൽ സീറ്റ് കൂടുകയും തെക്കൻ കേരളത്തിൽ സീറ്റ് കുറയുകയും ചെയ്തു. അന്ന് ഈ ജോൺ ബ്രിട്ടാസ് എടുത്ത നിലപാടെന്താ? അന്ന് കോൺഗ്രസ് എടുത്ത നിലപാടെന്താ?
ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലായതുകൊണ്ടാണ് മലപ്പുറത്ത് സീറ്റ് കൂടിയത്. അന്ന് ഇവർ അനുകൂലിച്ചവരല്ലേ? അന്ന് അവർ എതിർത്തിരുന്നോ? എന്തോ ഞാൻ എന്താ പറഞ്ഞു അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ഇപ്പൊ ഇന്ത്യയിൽ ജനപ്രാതിനിധ്യ നിയമവും അനുസരിച്ച് വളരെ കൃത്യമാണ് കാര്യങ്ങൾ. 25 ലക്ഷം ജനങ്ങളെ അഭിസംബോധന ചെയ്തു വരുന്നു ഒരു എം പിക്ക് ആന്ധ്രാപ്രദേശിൽ. അപ്പൊ സ്വാഭാവികമായും നാട്ടിൽ വികസനം ഉണ്ടാവണമെങ്കിൽ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പരിഷ്കാരം കൊണ്ടുവരണം. അതിനെ ഇവരെതിർക്കുന്നത് എന്താണ് ഞാൻ ചോദിച്ചത്. എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം അവരല്ലേ പറയേണ്ടത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഉത്തരേന്ത്യ മുഴുവനും BJP ആണ്. അതുകൊണ്ട് ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുക്കും. അങ്ങനെ കൂടുതൽ കൊടുത്താൽ അവർ സ്ഥിരം അധികാരത്തിലിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഉത്തരേന്ത്യ മുഴുവനും BJPക്ക് നിങ്ങൾ തീരെഴുതി കൊടുത്തോ എന്ന് ചോദിച്ചത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇന്ന് 20 സീറ്റാണ് കേരളത്തിൽ, 80 സീറ്റാണ് UP-യിലെങ്കിൽ ഇതേ താല്പര്യവും ഇതേ സമീപനവും ആയിരിക്കും ഭാവിയിലും ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു. അപ്പോൾ പ്രധാനമന്ത്രിയുടെ വാക്കൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. പ്രധാനമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചില്ല, പോയി വീട്ടിലിരിക്കേണ്ടി വരും. ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചതുകൊണ്ടാണ് 11ാമത്തെ വർഷവും ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യൻ ജനത അല്ലാണ്ട് ഓട് പൊളിച്ചിറങ്ങി വന്നതല്ല. ഇവിടുത്തെ ഒരു മിനിറ്റ് ഞാൻ തീർത്തോട്ടെ. ഓട് പൊളിച്ചിറങ്ങി വന്നതല്ല. കോൺഗ്രസിന്റെ വക്താക്കൾ പറയുന്നത് പോലെ എവിടെ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. കോൺഗ്രസിന്റെ വക്താക്കൾ പറയുന്നത് പോലെ എവിടെ കുത്തിയാലും താമര വന്നിട്ടല്ല. ഇന്ത്യൻ ജനത തെരഞ്ഞെടുത്തതാണ് മോഡി എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത അതിഥിയിലേക്ക്. നിനക്ക് പ്രാന്തള പന്നി ഓടിക്കോ പ്രേമ പതിയെ പോടാ. എനിക്ക് ദേശത്തെ വഴിയേറിയില്ല.